ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ ദൈവത്തിലുണ്ടായിരുന്ന വിശ്വാസം പോലും നഷ്ടമായിട്ടുണ്ടെന്ന് കെ.എസ്. ചിത്ര പറയുന്നു. ജീവിതത്തിൽ വലിയ വിഷമം നേരിടേണ്ടി വന്നപ്പോൾ എന്താണ് തനിക്കിങ്ങനെ സംഭവിക്കുന്നതെന്ന് ചിന്തിച്ചുവെന്നും എന്നാൽ പിന്നീട് നടക്കാനുള്ളത് നടക്കുമെന്ന് ബോധ്യപ്പെട്ടുവെന്നും ചിത്ര പറയുന്നുണ്ട്. മാസങ്ങൾ മുൻപുള്ള ഈ അഭിമുഖത്തിന്റെ ഈ ഭാഗങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വീണ്ടും ചർച്ചയായി മാറുന്നു. ജീവിതത്തിൽ വലിയ വേദന നേരിടേണ്ടി വന്നപ്പോൾ റിയാലിറ്റി ഷോയിലെ കുട്ടികളെ വിഷമിപ്പിച്ചതിന്റെ ശാപമാണോ എന്ന് പോലും ചിന്തിച്ചിരുന്നുവെന്നാണ് ചിത്ര പറയുന്നത്. ഒരു സമയം എനിക്കും ദൈവത്തിൽ വിശ്വാസം നഷ്ടമായിരുന്നു. അപ്പോൾ ആലോചിക്കും, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനൊരു വിധി? ഞാൻ ആരെങ്കിലും ദ്രോഹിച്ചോ? റിയാലിറ്റി ഷോയിലെ കുട്ടികളുടെ തെറ്റുകൾ പറഞ്ഞത് അവരെ വേദനിപ്പിച്ചുവോ? അവരുടെ ശാപമായിരിക്കുമോ? അങ്ങനെ പലതും കാടുകയറി ചിന്തിക്കും. അപ്പോൾ നേർവഴിക്ക് നയിക്കാൻ പല മെസ്സഞ്ചേഴ്സും വരും. ദൈവമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. അതുവരെ ഒരു ഷോക്ക് വരുമ്പോൾ ഞാൻ വിളക്ക് വയ്ക്കുകയും ഇത്രയും കാലം നാമം ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്തിട്ട് എന്താ ഇങ്ങനെ എന്ന് ചിന്തിക്കും. പക്ഷെ ഞാൻ പിന്നീട് മനസ്സിലാക്കി, നമുക്ക് എന്ന് എഴുതി വെച്ചിരിക്കുന്നത് നടക്കും. പരീക്ഷണങ്ങൾ ഉണ്ടാകും. അതിനെ മറികടക്കാനുള്ള ശക്തി തരികയാണ് ദൈവം ചെയ്യുന്നത് എന്നും അവർ പറയുന്നു. വിവാഹം കഴിഞ്ഞ് 15 വർഷത്തെ കാത്തിരിപ്പുകൾക്കൊടുവിലാണ് ചിത്രയ്ക്കും ഭർത്താവ് വിജയ് ശങ്കറിനും നന്ദന പിറന്നത്. 2002 മകളുടെ ജനനത്തോടെ ചിത്രയുടെ ലോകവും മാറിയിരുന്നു. പോകുന്നിടത്തൊക്കെ മകളെയും കൊണ്ടുപോകും. അങ്ങനെ ഒരു ദുബായ് യാത്രയിലാണ് മകളെ ചിത്രയ്ക്ക് നഷ്ടപ്പെട്ടത്. റഹ്മാന്റെ കൺസേർട്ടായിരുന്നു അത്. ദുബായിൽ താമസിച്ചിരുന്ന റൂമിനോട് ചേർന്നൊരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിരുന്നു. ഡൗൺ സിൻഡ്രോം അവസ്ഥയിലായിരുന്നത് കൊണ്ട് തന്നെ മകളെ അത്രയധികം ശ്രദ്ധിച്ചാണ് ചിത്ര കൊണ്ടു നടന്നിരുന്നത്. പക്ഷേ ആ അപകടത്തിൽ ചിത്രയുടെ കണ്ണൊന്ന് തെറ്റി. മകൾ സ്വിമ്മിംഗ് പൂളിൽ വീണ് മരിക്കുകയായിരുന്നു. 2011 നന്ദനയുടെ മരണം ചിത്രയെ ആകെ തളർത്തി. ഇനി പാടാനേ തയ്യാറല്ലാത്ത വിധം ചിത്ര ഉൾവലിഞ്ഞുവെങ്കിലും പിന്നീട് ആ പാട്ടിലൂടെ തന്നെ തിരിച്ചു വരികയായിരുന്നു. മകൾ ഉണ്ടായിരുന്നപ്പോൾ തൻ്റെ ജീവിതത്തിൽ എല്ലാ സന്തോഷങ്ങളും ഉണ്ടായിരുന്നു. വയ്യാത്ത അവസ്ഥയിലുള്ള കുഞ്ഞാണെങ്കിലും അവളെ പൊന്നുപോലെയാണ് ചിത്ര കൊണ്ടു നടന്നത്. തനിക്ക് ദൈവം വൈകി തന്ന നിധി തന്നെയായിരുന്നു നന്ദന എന്നാണ് കെ.എസ്. ചിത്ര വിശ്വസിച്ചിരുന്നത്. മകൾ ഉണ്ടായിരുന്നത് വരെ ഓണം ആഘോഷിക്കുമായിരുന്നു. അതിനുശേഷം ആഘോഷിച്ചിട്ടില്ല. വീട്ടിൽ സദ്യ ഉണ്ടാക്കാറില്ല. ഒരു ഒഴിക്കുന്ന കറിയും 2 അല്ലാത്ത കറികളും വെക്കും. പക്ഷെ ചേച്ചിയുടെയും അനിയന്റെയും വീട്ടിൽ നിന്ന് കറികൾ കൊടുത്തയക്കും. അത് ഒരു ഓണമാകും. അത്രയേ ഉള്ളൂ. അല്ലാതെ ഓണാഘോഷങ്ങളൊന്നും തനിക്കില്ല എന്നും കെ.എസ്. ചിത്ര പറയുന്നു. കുട്ടിക്കാലത്തെ ഓർമ്മകളാണ് ഓണമെന്ന് പറയുമ്പോൾ തന്റെ മനസ്സിലെന്നും ചിത്ര പറയുന്നുണ്ട്. കരിയറിലെ തിരക്കേറിയ സമയത്തെ ഓണക്കാലത്തെക്കുറിച്ചും കെ.എസ്. ചിത്ര പറയുന്നുണ്ട്. മകൾ പോയത് ഏറ്റവും വലിയ നഷ്ടമായി തന്നെ കരുതുന്ന ഒരാളാണ് കെ.എസ്. ചിത്ര. 2011 ഏപ്രിൽ 11-നാണ് ചിത്രയുടെ മകൾ നന്ദന മരിച്ചത്. ദുബായിലെ വില്ലയിൽ നീന്തൽ കുളത്തിൽ വീണായിരുന്നു മരണം. ഏറെ നാളുകൾക്ക് ശേഷം പലരുടെയും പിന്തുണയോടെയാണ് ചിത്ര പിന്നെയും ഈ സംഗീത ലോകത്തേക്ക് വന്നത്. മകളുടെ എല്ലാ ഓർമ്മ ദിനത്തിലും പിറന്നാൾ ദിനത്തിലും ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ട് തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം കുറിക്കും. നീ എൻ്റെ കൂടെയില്ലെങ്കിലും നമ്മൾ വിട്ടു പിരിഞ്ഞിട്ടില്ല. ഞാൻ അവസാന ശ്വാസം എടുക്കും വരെ നീ എൻ്റെ ഹൃദയത്തിൽ ജീവിക്കുമെന്നാണ് ചിത്ര എപ്പോഴും പറയാറുള്ളത്. അതുകൊണ്ടാണ് കെ.എസ്. ചിത്ര ഒരു കുഞ്ഞിനെ ദത്തെടുക്കാത്തത്. ഇത്രയും പണവും പ്രശസ്തിയും ഒക്കെ ഉണ്ടല്ലോ, ഇവർക്ക് എത്രയോ കുഞ്ഞുങ്ങളെ നോക്കാം, പഠിപ്പിക്കാം എന്നൊക്കെ പറയുന്നവർക്ക് ചിത്ര മറുപടി നൽകിയിട്ടുണ്ട്. ഒരു കുഞ്ഞിനെ ദത്തെടുത്താൽ അതിൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കണം. പഠനം, വിവാഹം തുടങ്ങിയ കാര്യങ്ങളെല്ലാം നടത്തണം. അതുവരെ ഞങ്ങൾ ജീവിച്ചിരിക്കുമോ എന്നറിയില്ല. അതുകൊണ്ടാണ് ആ ശ്രമം ഉപേക്ഷിച്ചതെന്നും അന്ന് വ്യക്തമാക്കി.